നാട്ടിന്റെ സ്വദേശം എവിടെയാ? നെയ്യാറ്റിങ്കര. SI ആയിട്ട് എത്ര കൊല്ലായി? 4 കൊല്ലമായി സർ. ഡയറക്ട് സെലക്ഷൻ ആയിരുന്നു. ആരായി തേവര്? സർ, പോലീസിൽ അയാളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല. അയാൾക്ക് ഡയമണ്ട് സ്മഗ്ലിങ്ങുമായി എന്തോ ബന്ധമുള്ളതായി കേട്ടിട്ടുണ്ട്. ആളൊരു വൻ പുള്ളിയാണെന്ന് മാത്രം അറിയാം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല സർ. വലിയവും തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ പോലും കാര്യമായിട്ട് അന്വേഷിക്കാനൊന്നും സമ്മതിക്കില്ല. ഞാൻ ഇന്നിവിടെ നോക്കും. തേവർ വന്നില്ലെങ്കിൽ നാളെ രാവിലെ മടങ്ങിപ്പോവും. തേവർ ഇന്നലെയോ ഇന്നോ എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞത്. അയാളോ വല്ലതും അറിഞ്ഞു കാണുമോ? അതിന് വഴിയില്ല സർ. സാറ് വേണമെങ്കിൽ പൊക്കോളൂ. തേവരുടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. ഇതാണ് സർ ആ തേവരുടെ വീട്. സാർ, എന്നാച്ച്? യാരും വരല സാർ. ആ, PCയാ ഇവിടെ നോക്കാൻ ഏർപ്പെടുത്തിയിരിക്കുക. പോവാം സർ. ആ, ഹലോ, യെസ് പെരുമാൾ. യെസ് സർ, അന്വേഷിച്ചു. കാര്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ പറയാം സർ. തേവർ എത്തിയിട്ടില്ല. ശരി സർ, ഓക്കെ സർ. IG ആയിരുന്നു, നാളെ തന്നെ പുറപ്പെടാൻ. ഒരു സെക്കൻഡ്. പ്ലീസ് കണക്ട് മീ ടു ഇന്ത്യൻ എയർലൈൻസ്. താങ്ക് യു. ശരി, ഞാൻ വരട്ടെ സർ. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ മാർട്ടിൻ. വീണ്ടും കാണാം. ஏமாத்திட்டேன், நல்ல ஏமாத்திட்டேன். அதனால சார், உங்க அசிஸ்டன்ட் இந்த மலையாளத்த பையன்ல ரொம்ப கெட்டிக்காரன். நம்ம பையன் தான். நீ அவன் ஜீப்ல இங்க வரும்போது நான் மாடிட்டு பார்த்தேன். நல்லா ஏமாத்திட்டப்பா. எப்படி? சரி தேவர், சரி, அப்புறம் பார்க்கலாம். See you தேவர். ஓகே സർ, വരട്ടുമാ. சரி. എടാ തേവരെ, எப்படி உள்ள வந்து? മനസ്സിലായില്ലേ? പെരുമാൾ. താൻ പറഞ്ഞല്ലോ ജീപ്പിലൂടെ വന്നപ്പോ ടെറസിൽ നിന്ന് കണ്ടു. நீ எப்படி உள்ள வந்த? ഏമാത്തിട്ടെന്ന് താൻ പറഞ്ഞില്ലേ? അപ്പോഴാ ഞാൻ തന്നെ ഏമാത്തിയത്. ഇത്രയും വലിയൊരു വീട്ടിലൊരു വലിയ കള്ളൻ താമസിക്കുമ്പോ ഒരു കൊച്ചു കള്ളൻ ഇതിനകത്ത് കിടക്കാൻ എന്താണോ ഒരു ബുദ്ധിമുട്ട്? என்ன உனக்கு? போய் அப்படியே. நான் போலீஸ் கூப்பிடுவேன். പോലീസിനെയൊക്കെ ഞാൻ കൂപ്പിടാം. നടക്കണോ? அறுமுகம், முனியாண்டி.
സാർ. ഇവിടുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് തേവരെ അങ്ങോട്ട് വേറെ ജീപ്പ് എടുത്തുവാ. ഈ ജീപ്പ് ഞാൻ കൊണ്ടുപോവാ. ഞങ്ങൾ വരട്ടെ മുള്ളേ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എത്ര രാത്രിയായാലും വിളിക്കാൻ മടിക്കണ്ട. പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. നമുക്ക് പോവാം. ഇത്രയും സെക്യൂരിറ്റിന്റെ ആവശ്യം എന്താണപ്പാ? അവരറ്റത് അറിഞ്ഞു കാണും, അതാണ് ഇപ്പൊ എന്റെ സംശയം. തനിക്ക് ഭ്രാന്താടുവോ? അവരെങ്ങനെ അറിയാൻ? അല്ലാത്തരും പോലീസും പട്ടാളത്തിന്റെ ആവശ്യം. താൻ പേപ്പറിലൊന്നും വായിച്ചില്ലേ? VIP-സിന് സ്പെഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണമെന്നാ സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ. എന്തായിരിക്കും ആര് പത്രം വായിക്കലുണ്ട് ഇവിടെ?
എനിക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ഫോൺ. അയ്യോ വേണ്ട, ഉറങ്ങുകയല്ലേ. ഞാൻ താഴെ പോയി ചെയ്തിട്ട് വരാം. CM എവിടെ? 6ാമത്തെ നിലയില. നല്ല ഉറക്കമാ. He will be all right soon. Hey, hey, mister. കിട്ടിയോ? ഇല്ല. എന്തിനാ എഴുന്നേക്കുന്നേ? നീ അനങ്ങാതെ കിടക്ക്. പേടിക്കാനൊന്നുമില്ല. 2 സ്റ്റിച്ചുണ്ട്, അത്രേ ഉള്ളൂ. DH ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. അവന് കിട്ടിയില്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് പിടിക്കും. എല്ലാ ഹോട്ടലിലും സിറ്റിയുടെ ഓരോ മുക്കിലും മൂലയിലും അവനെ തരുന്നുണ്ട്. പിടിക്കാതിരിക്കില്ല, ഡെഫിനിറ്റ്. അല്ല, നീ അങ്ങോട്ടാ? ഞാൻ പോവാ. എനിക്കിനി ഇവിടെ കിടന്ന് ഉറക്കം വരില്ല. എടാ, നിനക്ക് ഇപ്പൊ റെസ്റ്റ് ആണ് ആവശ്യം. നീ റിലാക്സ് ചെയ്യേ. പറയുന്നത് നിനക്ക്. പെരുമാളെ, വിടടാ. നിങ്ങൾ തന്നെയാണോ ആംബുലൻസ് വിളിച്ചത്? അതെ സാർ. ഇത് തന്നെയാണല്ലോ ആള്? അതെ സാർ. പക്ഷെ ഈ മുടി അല്പം. എല്ലാം പാക്ക് ചെയ്തെടുത്തോളൂ. വരൂ.
ഹാ നീയോ ആ. വാ അല്ല ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ ഇതെവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യിച്ചു. 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഹോസ്പിറ്റൽ കേട്ടാ എനിക്ക് അലർജിയാ. സത്യം പറഞ്ഞ അപ്പോഴാ നിന്റെ കാര്യം ഓർത്തത്. അതേതായാലും നന്നായി. അല്ല നിന്റെ വണ്ടി എവിടെ? വർക്ക്ഷോപ്പില്ല. 2 ദിവസം കഴിഞ്ഞേ കിട്ടൂ. അത് കിട്ടിയിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോകാൻ. ശ്രീധര, നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാം. അത് നമുക്ക് ആലോചിക്കാം. വാ കിടക്കാം. അല്ല, നിന്റെ വൈഫൊക്കെ ഒരിക്കുക. ഓ, വാ എവിടെ നിന്ന് ആ ലൈറ്റ് ഇട്ട് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. പിന്നെ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. ആ സർക്കാർ ബംഗ്ലാവിൽ എങ്ങാനും വന്ന് താമസിച്ചിരുന്നെങ്കിൽ. വെറുതെ നമ്മളെ മെനക്കെടുത്ത് പലരെയും കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു വാശിയുണ്ടോ? എന്റെ ഒപ്പീനിയൻ അയാൾ സ്ഥലം വിട്ട് കാണും. ഇനി അയാൾ ഇവിടെ നിൽക്കില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സർ. അയാൾ പോവില്ല. പോകില്ലേ? ഇന്നലെ ഈ പട്ടണം മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചു നോക്കിയത്. നമ്മുടെ പോലീസുകാരല്ലേ സാർ അരിച്ചത്? എടോ, ഓ എങ്ങനെയുണ്ടോ മന്ത്രിക്ക്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നത്. സാർ, ഇന്നലത്തെ സംഭവം CM അറിഞ്ഞോ? അറിഞ്ഞു. പുള്ളിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. ആ, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കാലം വരുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ആ കൈമളിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അവരോട് മിണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. അതും ഇതുമായിട്ട് എന്താ ബന്ധം സാർ? എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. സാർ, ഈ ബൈ ഇലക്ഷൻ വരെ അങ്ങനെ ജീവിച്ചിരിക്കുവോ? അത് പറയാൻ ഞാൻ ജ്യോത്സ്യനുമല്ല. സാർ, നമുക്ക് അയാളുടെ ഫോട്ടോഗ്രാഫി TV-യിൽ കൊടുത്താലോ? അല്ല, ഒരുപാട് വിവരങ്ങളൊന്നും വേണ്ട. ആളെ കുറിച്ചൊരു വാണിംഗ് അത്രയും മതി. ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് വേണം. ആ, നോക്കാം. ഇമ്പോർട്ടന്റ് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിലേ എന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ സാർ. ഓട്ടോ സാർ, മിനിസ്റ്റർക്ക് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ലോട്. നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. എന്തായി, പണിയെല്ലാം കഴിഞ്ഞു? കഴിഞ്ഞു സർ. എല്ലാ ഗ്ലാസും മാറ്റി ബുള്ളറ്റ് പ്രൂഫ് തന്നെ ഇട്ടു. ഗോപിക്കുട്ടാ, എന്താ സാർ? ഇവിടെ ആരാ പാചകം ചെയ്യുന്നേ? വത്സല തന്നെ. വേറെ കുക്കൊന്നുമില്ലേ? ഇല്ല. സാധനങ്ങൾ വാങ്ങിക്കുന്നതോ? ചിലപ്പോ വണ്ടിക്കാർ വരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മേടിക്കും. എന്നാ ഇനി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടിക്കാരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ശരി സാർ. சார், எனக்கு தமிழ்நாடு ஹோம் மினிஸ்டர் கிட்ட பேசணும். ஒரு ட்ரங்க் போடுங்க. എന്ത് പേശണം? அது உனக்கு தெரிய வேண்டிய அவசியம் இல்லையா? அவர்கிட்ட நான் தானே பேசுறேன். താനിപ്പോ ആർക്കിട്ടും പേശണ്ട. அப்படி சொன்னா முடியாது. எனக்கு பேசித்தான் ஆகணும். സാർ, ഇയാളെ நான் யாரு தெரியுமா? நான் உன்னை பாத்துக்கிறேன். மெட்ராஸுக்கு வா, நான் சரியா கவனிச்சிடுறேன். ഞാൻ ഇയാളെ അറിയും, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാ. ഇവിടെ എന്ന് വെച്ചാ എവിടെ? താമസിക്കുന്ന എവിടാന്നറിയോ? അറിയില്ല. ജോലി എവിടാന്നറിയോ? അതും അറിയില്ല. പക്ഷേ ഇയാളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. പേരും വീടും ജോലിയും ഒന്നും അറിയാതെ ഒരാളെ എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നത്?
ഞാനൊന്ന് ശ്രമിക്കട്ടെ. എങ്ങനെ? ഞാൻ വേണേ അന്വേഷിക്കാൻ പോലീസുകാരെ വിട്ടുതരാം. അത് വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. വർക്ക്ഷോപ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. ആ വേണം, കാട്ടിലൊക്കെ തപ്പണം. ഫോറസ്റ്റ് ഐ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ ഓക്കെ. ആളെ കിട്ടിയോ? ഉവ്വ്, വീട് എവിടെയാ? അതൊക്കെ പറയാം, വാ വേഗം വാ. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കാൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. You believe? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അയാൾ ഇനിയും ഒരു അറ്റംപ്റ്റിനൂടി തയ്യാറാകുമെന്ന്? യെസ് സർ, ഐ സ്ട്രോങ്ലി ബിലീവ്. ജനങ്ങൾ മുഴുവൻ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. CMന് മാക്സിമം സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും മെസ്സേജും പോയി കഴിഞ്ഞു. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും വിപുലമായ ഒരു വേട്ട നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. യു സ്റ്റിൽ ബിലീവ്? യെസ് സർ. വൈ ആൻഡ് ഹൗ? മറ്റന്നാൾ സ്വാതന്ത്ര്യ ദിനമാണ്. പരേഡിന് ചീഫ് ഗസ്റ്റ് CM ആണ്. വിശാലമായ സ്റ്റേഡിയം, ജനസഹസ്രങ്ങൾ. ഹീസ് എ ഷാർപ്പ് ഷൂട്ടർ. അവൻ ഉന്നം പഴക്കില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എന്ത് ചെയ്യണം? പരേഡ് സെറമണിക്ക് CM ഉണ്ടാകരുത്. നടക്കില്ല. ഇംപോസിബിൾ. ഏതൊരു CMന്റെയും പ്രിവിലേജ് ആണ് സ്വാതന്ത്ര്യ ദിനത്തിൽ സെല്യൂട്ട് സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പറഞ്ഞാൽ CM അനുസരിക്കുമെന്ന്? എനിക്കറിഞ്ഞൂടാ. സാറിന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ. നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? CM നിങ്ങളുടെ സുഹൃത്തല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അയാൾ രക്ഷപ്പെടും. 100-1 1000-1 ലക്ഷത്തിലൊരു അംശം പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങളാണെങ്കിൽ തയ്യാറാകും. ഡിറ്റർമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സാറിന് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ്.